ഞാൻ എവിടെയോ കിടക്കുന്ന ഒരാളാണ്, അവരും വേറെ എവിടെയോ ആണ്. എങ്ങനെ ഈ ബന്ധമായെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരുപാട് സന്തോഷം, ഒരുപാട് ഭംഗിയായിട്ട് എനിക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നമ്മുടെ സ്റ്റാഫിന് ഒരു ക്ഷണം അതിഗംഭീരമായിട്ടുള്ളൊരു ക്ഷണമായിരുന്നു കേട്ടോ. എന്തായാലും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ക്ഷണിച്ചത് ആരുമില്ല, നമ്മുടെ കസ്റ്റമറിനാണ്. ഇവിടെ 1-2 വട്ടം വന്നിട്ടുണ്ടല്ലേ? 5 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ചോദിച്ചു ചേച്ചിയോട്, നിങ്ങളുടെ ബന്ധുവാണോ ചോദിച്ചു. അല്ല, ബന്ധുവിനെക്കാളിലും കൂടുതലാണ് അവരെ എന്നോട് കാണിച്ച ആ ഒരു സ്നേഹം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ചേച്ചിയാണ് പോയിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പൊ എപ്പോഴാണ് അവര് വിളിച്ചു പോയതാണല്ലേ? അവര് ക്ഷണിച്ചിട്ടാണ് പോയത്. കുറെ കൊല്ലത്തെ എന്റെ ആ ഒരു ആഗ്രഹമാണ്. പക്ഷെ എനിക്കതിന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവര് വന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് വന്നിട്ടുണ്ടോന്ന് ചോദിച്ചപ്പോൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. തൊഴുതിട്ടുണ്ട്, പക്ഷെ ആ പൊങ്കാല ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ആഗ്രഹം ഉണ്ടോ ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ധൈര്യമായിട്ട് ഞങ്ങളോട് വന്നോളൂ. അവിടെ ട്രെയിൻ വന്ന് ഇറങ്ങിയാൽ മാത്രം മതി, ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ബാക്കിയെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി ഇറങ്ങി ഇന്ന എവിടെയാണെന്ന് പറഞ്ഞു. അവർ അവിടെ തന്നെ ഇരുന്നോളൂ, ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് വണ്ടിയുമായിട്ട് വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അവർ 3 ദിവസം അവർ വീട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കാര്യങ്ങൾ പിന്നെ അവർ നമ്മളെ വണ്ടിയിൽ കൊണ്ടുപോയി അവിടെ തൊഴുകാനൊക്കെ കൂട്ടിക്കൊണ്ടുപോയി. എല്ലാ കാര്യങ്ങളും അവരാ ചെയ്തു തന്നു. ഞാൻ എവിടെയോ കിടക്കുന്ന ഒരാളാണ്, അവരും വേറെ എവിടെയോ ആണ്. എങ്ങനെ ഈ ബന്ധമായെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരുപാട് സന്തോഷം, ഒരുപാട് ഭംഗിയായിട്ട് എനിക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു സന്തോഷമാവുന്നുണ്ട്. അവരുടെ പേരെന്തായിരുന്നു? പ്രീതു സുരേഷ്, ബിന്ദു മാം, പിന്നെ വേറെ 2 ആൾ. ഇവര് 3 ആളാണ് അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സ്നേഹം തന്നത് ഈ 3 പേരല്ലേ? അതാണ് കേട്ടോ നമ്മുടെ ഇങ്ങോട്ട് വിളിച്ചവര്. അപ്പൊ എന്തായാലും നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മുടെ തിരുവനന്തപുരംകാരുടെ സ്നേഹം വലുത് തന്നെയാണ്. ഒരുപാട് ജില്ലക്കാർക്ക് എല്ലാവർക്കും സ്നേഹമുണ്ട്. എന്നിരുന്നാലും തിരുവനന്തപുരത്തിന് പ്രത്യേകം നമ്മളിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മളൊരു സ്റ്റാഫിനെ വിളിച്ച് ഇത്രയും വലിയൊരു പരിഗണന കൊടുത്തത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കേൾക്കുമ്പോൾ എന്തായാലും എല്ലാവർക്കും ഇത് കാണുന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അപ്പൊ എന്തായാലും വീണ്ടും വരുന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും വരുന്ന പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും അവര് വരുമ്പോൾ നമ്മൾ അതിനേക്കാളും കൂടുതൽ പരിഗണന അവർക്ക് ഇവിടെ നമ്മൾ കൊടുക്കണം. അവർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്തായാലും നിങ്ങളോട് വലിയൊരു നന്ദി ഞാൻ പറയാണ്. ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ആ തിരുവനന്തപുരം കസ്റ്റമർക്ക് ആറ്റുകാൽ അമ്മ അവർക്ക് വലിയൊരു കൈയടി കൊടുക്കാൻ പറ്റും.